ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചാച്ചൂസ് ലവിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും നമ്മുടെ പപ്പിക്കുട്ടികളെയും പപ്പിയുടെ അമ്മയെ ഡയാനയെയും കുറിച്ച് പറയാനാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ കഥകൾ കേൾക്കാൻ നിങ്ങളും ആകാംക്ഷഭരിതരായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അതാ ഇത് കണ്ടോ, തള്ളയും മോളുടെയും ഒരു കളി കണ്ടോ. വീട്ടിനകത്ത് കയറി വരാനാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം. ഇതാ ഈ കാണുന്നത് നമ്മുടെ നാടൻ നായയുടെ അതേപോലെയാണ്, അതായത് ഡോവർ മോനെ പോലെ ഉരിച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഇവൾക്ക് ഇട്ട പേരാണ് ഡോറ കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി മാത്രമാണ് നാടൻ നായയുടെ ഒരു ഫേസ് ഉള്ളതും അവൻ്റെ ചേലുള്ളതും ഒക്കെ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു നാടൻ നായ തന്നെയാണല്ലോ. അപ്പോൾ ഡോബർ നമ്മളെ വിട്ടു പോയെങ്കിലും ഡോബറിനെ പോലെ ഉള്ള ഒരു പെൺകുട്ടീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവക്കിട്ട പേരാണ് ഡോറ കേട്ടോ. അപ്പോൾ ഡോറയും ഡയാനയും അമ്മയും മകളും തങ്ങളിലുള്ള കുറച്ചൊരു കുസൃതി തരങ്ങളും തള്ളയും മോളും കൂടി ഇവിടെ കിടന്ന് പിടിയും വലിയും ഒക്കെയാണ്. അമ്മ കളികളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അമ്മ ഇറങ്ങി ഓടും. അമ്മ വേണമെങ്കിൽ ചെറിയ ഒരു കുന്നിൻ്റെ മണ്ടയിലൊക്കെ ചാടിക്കയറാൻ ഭയങ്കര വിദഗ്ധയാണ്. ഇത് കുട്ടികൾ കാണും, കുട്ടികൾ ഇതേപോലെ തന്നെ ചാടി മണ്ടയിൽ കയറും. പക്ഷെ അങ്ങനെ മണ്ടയിൽ കയറി വരുന്ന ഞാൻ കുറച്ച് ചീരയും മുളക് തൈയൊക്കെ പാകിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറി എൻ്റെ എല്ലാം ഇത് നശിപ്പിച്ചു. തള്ള കാണിച്ചു കൊടുത്തു, മോളത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തും എൻ്റെ പച്ചക്കറി കൃഷികളൊന്നും നടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ ഡോറക്കുട്ടിയാണ് അകത്ത് വന്ന് കിടക്കുന്നത്. അപ്പോൾ മകളോട് ഇങ്ങനെ എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുകയാണ്. നീ ഇങ്ങനെയൊക്കെ കൊള്ളാടി, നീ ഞാൻ പറയും പോലെയൊക്കെ കേൾക്കണം. ഇല്ല അമ്മ എനിക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ല ഏട്ടാ. അമ്മ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം മതിയോ? ഞാൻ ഇതിനകത്തൊക്കെ വല്ലപ്പോഴും കൂടി വന്ന് അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെയുള്ള അമ്മ എന്നെ അടിച്ച് പുറത്താക്കും. അപ്പോൾ എൻ്റെ അമ്മ എന്നെ എപ്പോഴും എന്നെ കൂടെയൊക്കെ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ അവളുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് കേട്ടോ. ഈ അമ്മയ്ക്ക് മക്കളുമാരോടും എല്ലാവരോടും സ്നേഹമാണ്. എന്നാലും ഇവക്ക് കൂടുതൽ സ്നേഹമുള്ള ഒരു മോനുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളെ ഡോബർമോൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം കഴിഞ്ഞു. മാർച്ച് 1-ാം തീയതിയാണ് നമ്മുടെ ഡോബർമോൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട്. അപ്പോൾ ഇതിപ്പോൾ മെയ് മാസമല്ലേ. അപ്പോൾ എന്തായാലും 2 മാസം കഴിഞ്ഞു. ജൂൺ 1-ാം തീയതി ആകുമ്പോൾ 3 മാസമായി. അങ്ങനെ അവരെ ഞാൻ പുറത്തോട്ട് ഇറക്കി വിടുകയാണ്. അവർ പുറത്ത് പോയി കളിക്കുകയും മറിയുകയും എന്ത് വേണമെങ്കിലും ചെയ്തോടതാ. പുറത്ത് വിട്ട ഉടനെ തന്നെ തള്ള വിട്ടില്ല. ഇനി വാടി, നമുക്കിവിടെ ദാണ്ട ഈ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ നമുക്ക് കളിക്കാം. അങ്ങനെ അമ്മ അങ്ങനെ കുഞ്ഞിൻ്റെ പുറത്തോ അങ്ങനെ കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമാണ് ഇവരുടെ കളികൾ. അങ്ങനെ അവർ 3 മക്കളും കൂടി വേണ്ടി വന്നു. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വിട്ടുപോയി. ഇതിലൊരു മകളെ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. ഇതിലൊരു പെൺകുട്ടീനെ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. അവൾ ഏത് സമയത്തും വീട്ടിനകത്ത് ഓടിക്കയറി വരാൻ, വീട്ടിനകത്ത് അവൾക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ കൊടുത്തു. പക്ഷെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി. അവർ പൊന്നുപോലെ എൻ്റെ മോളെ നോക്കും. അപ്പോൾ അവളെ ഞാൻ ഇട്ട പേരാണ് ഡൂക്കി എന്നാണ് കേട്ടോ. ഇനി അവർ ഡൂക്കിയോ കൂക്കിയോ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ അവരിടട്ടെ. അപ്പോൾ അതിനെ ഞാൻ എല്ലാവർക്കും ഞാൻ ഓരോ വാക്സിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബൂസ്റ്റർ വാക്സിൻ കൂടെ അവർക്ക് എടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പം 3 മക്കളുണ്ട്. ആ കിടക്കുന്നതാണ് 3 മക്കൾ. ഈ മധ്യത്ത് ഈ കിടക്കുന്നവനാണ് മൂത്ത കുട്ടി. അവന് ഇത്തിരി വലിപ്പമുണ്ട്, തള്ളയുടെ അത്ര തന്നെ ഇപ്പോൾ ഉണ്ട്. ഏകദേശം ഇപ്പം 3 മാസം. ഈ 15-ാം തീയതി തികയും. 2 ദിവസം കൂടി കഴിയുമ്പോൾ അവർക്ക് 3 മാസമാവും. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും മൂത്ത കുട്ടിയാണ്, ഇത്തിരി വണ്ണമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, മകനാണ് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ഡീലു എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡീലുവ എങ്ങനെ ആയിക്കോട്ടെ, അവരും ആരെങ്കിലുമൊക്കെ സെയിൽ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ അവൻ്റെ പേരൊക്കെ മാറ്റിക്കോട്ടെ. അപ്പോൾ ഇത് കണ്ടോ. ഇനി അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഡയാനക്കുട്ടി മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കടിപിടിയൊക്കെ കൂടെയാണ് അല്ലേ. അപ്പോൾ ഇനി ഇവരിൽ നിന്നും ഓരോരുത്തരായിട്ടൊക്കെ നമ്മെ വിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാ മക്കൾക്കും നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ, സീ യു.